ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. SSLC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും. 2021 നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഇതാണ് 2021 ചോദിച്ച ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഇവിടെ 9 ഇട്ടിട്ടുള്ളത്. നമ്മൾ 2019 തൊട്ട് ചെയ്തു വരുന്നുണ്ട്. ആ ഓർഡറിൽ ഇങ്ങനെ ഇട്ട് പോയതാണ് കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് കോമൺ ഡിഫറൻസ് 2 ഈസ്. പൊതുവ്യത്യാസം 2 സമാന്തര ശ്രേണി ഏതെന്നാണ്. അപ്പോൾ ഫസ്റ്റത്തെ സമാന്തര ശ്രേണി എടുത്ത് നോക്കിയേ. 7ക്ക് എത്ര കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്? 10 - 7 3. ഇവിടുത്തെ പൊതുവ്യത്യാസം 3 അപ്പോൾ അതല്ല, ഇത് മൈനസ് ആണ് വരുന്നത്. -2. 7ന്ന് 2 കുറച്ചാൽ 5, 5ന്ന് 2 കുറച്ചാൽ 3. ഇതാണ് കോമൺ ഡിഫറൻസ് 2 വരുന്നത്. കണ്ടോ, 7ക്ക് 2 കൂട്ടിയാൽ 9, 9ക്ക് 2 കൂട്ടിയാൽ 11. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത് അല്ലേ. 2 + 3 ആണ് 5, 5 + 3 8, അങ്ങനെ പോകും. അപ്പോൾ കോമൺ ഡിഫറൻസ് 2 വരുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഇതിൽ ഏതാണ്? 7, 9, 11 എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് ഇത് 1 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോൾ എന്താണ്, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു. റൈറ്റ് ദ ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ് ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് 3n + 2. 3n + 2 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യ പദവും പൊതുവ്യത്യാസവും എഴുതുക. നമ്മൾ പഠിച്ചതാണ് an + b എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് നമ്മളുടെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനെ സമാന്തര ശ്രേണിയുടെ ജനറൽ ഫോർമുല അല്ലെങ്കിൽ അൽജിബ്ര എന്ന് പറയുന്നത്. അതിൽ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. എയും ബിയും കൂട്ടിയാൽ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? 3. ഓക്കെ, എന്നിൻ്റെ കൂടെ ഉള്ളതാണ് പൊതുവ്യത്യാസം. ഇനി 3ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമും കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം 5. കണ്ടോ, കോമൺ ഡിഫറൻസ് 3, ഫസ്റ്റ് ടേം 5. ഓക്കെ, കോമൺ ഡിഫറൻസ് 3, ഫസ്റ്റ് ടേം 5. അടുത്ത്, വാട്ട് ഈസ് ദ 10th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് a + 1, a + 2, a + 3. a + 1, a + 2, a + 3 എന്ന സമാന്തര ശ്രേണിയുടെ 10ാം പദം എഴുതുക. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം എന്താണ്? റൈറ്റ് ദ അൾജിബ്രായിക് ഫോം ഓഫ് ദ എബവ് സീക്വൻസ്. ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. 3 മാർക്കിന് 2021 ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഈ സമാന്തര ശ്രേണിയുടെ 10ാം പദം നോക്കിയേ. ഒന്നാം പദം എത്രയാ? a + 1. രണ്ടാം പദം a + 2. മൂന്നാം പദം ആയപ്പോൾ a + 3 ആയി. നാലാം പദം ആകുമ്പോൾ a + 4 ആവും. 5 ആവുമ്പോൾ a + 5 ആവും. അങ്ങനെ 10 ആവുമ്പോൾ എത്രയാവും? a + 10 ആവും. ഇനി ഇതിന്റെ കോമൺ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. ഇത് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും 1 ആണ് ഇവിടുത്തെ പൊതുവ്യത്യാസം എന്നുള്ളത് അല്ലേ. പൊതുവ്യത്യാസം കാണുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണം. അപ്പോൾ a + 2 മൈനസ് കഴിഞ്ഞിട്ട് ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഒക്കെ മൈനസ് ആവും. അപ്പോൾ -a - 1 എന്നാവും. a - 1 അത് രണ്ടും ക്യാൻസൽ ആയി പോവും. 2 - 1 1. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അതിപ്പോൾ ഇത് ചെയ്യാതെ തന്നെ നമുക്ക് പറയാം കേട്ടോ. നോക്കിയാൽ a + 1 അതിലേക്ക് 1 കൂട്ടിയപ്പോൾ a + 2 അതിലേക്ക് 1 കൂട്ടിയപ്പോൾ a + 3 അതിലേക്ക് 1 കൂട്ടുമ്പോൾ a + 4 അങ്ങനെ 1 കൂട്ടി പോവാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അൾജിബ്രയാണ് എഴുതാൻ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ അൾജിബ്ര നോക്കിയാൽ a എന്ന് പറയുന്നത് എല്ലാത്തിലും ഉണ്ട് അല്ലേ. അപ്പോൾ a എന്ന് ഇവിടെയും വരും, അൾജിബ്രയിലും വരും. എല്ലാം പ്ലസ് ആണ്, അപ്പോൾ പ്ലസ് വരും. ഇനി 1 2 3 4 5 എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ n എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും അൾജിബ്ര വരിക? a + n വരും. ഓക്കെ, എന്നിന് 1 കൊടുക്കുമ്പോൾ a + 1, എന്നിന് 2 കൊടുക്കുമ്പോൾ a + 2, എന്നിന് 3 കൊടുക്കുമ്പോൾ a + 3, എന്നിന് 4 കൊടുക്കുമ്പോൾ a + 4, എന്നിന് 10 കൊടുക്കുമ്പോൾ a + 10. അപ്പോൾ ബീജഗണിതം എന്താണ്? a + n. 12ാമത്തെ ചോദ്യം. Write the 20th term of the arithmetic sequence 5, 10, 15. 5, 10, 15 എന്ന സമാന്തര ശ്രേണിയുടെ 20ാം പദം എത്രയാണ്? Find the sum of first 20 terms of the arithmetic sequence 5, 10, 15. 5, 10, 15 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കണക്കാക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 4, 9, 14. 4, 9, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണുക.
അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് 5, 10, 15 എന്ന സമാന്തര ശ്രേണിയുടെ 20-ാം പദം. 1-ാം പദം 5, 2-ാം പദം 10, 3-ാം പദം 15. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. 1 5 5, 2 10, 3 5 15, 4 5 20. അപ്പോൾ 20 × 5 100 ആയിരിക്കും വരിക. കണ്ടോ, ഇത് 5, 1-ാം പദം 1 5 5, 2-ാം പദം 2 5 10, 3-ാം പദം 3 5 15, 4-ാം പദം 4 5 20, 5-ാം പദം 5 5 25. അപ്പോൾ 20-ാം പദം 5 × 20 100 കിട്ടും. ഓക്കെ, ഇനി ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ്. 20 പദങ്ങളുടെ തുക. ആദ്യ പദം 5 ആണ്. ആദ്യ പദം എത്രയാണ്? 5 ആണ്. ഫസ്റ്റ് ടേം 5 ആണ്. ലാസ്റ്റ് ടേം 20-ാമത്തെ പദം 100 ആണ്. അപ്പോൾ S20 20 പദങ്ങളുടെ തുക n/2 × x1 + xn എന്നാണ്. n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം എന്നാണ്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 പദങ്ങൾ ഉണ്ടായത് കൊണ്ട് 20. അപ്പോൾ 20/2 × 5 + 100. 20ന്റെ പകുതി എത്രയാ? 10. 100ക്ക് 5 കൂട്ടിയാൽ 105. ഓക്കെ, അപ്പോൾ 10 × 105 1050 എന്ന് കിട്ടും. ഇനി അടുത്തത് ലാസ്റ്റ് ടേം നമുക്കറിയില്ല. ഒന്നെങ്കിൽ ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതാ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. n/2 × ഇതാ ഏതാ ഇക്വേഷൻ? n/2 × 2f + n - 1 × d. ഓക്കെ, n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. അപ്പോൾ 20/2. 2 × f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അത് 4 പ്ലസ് n - 1, അപ്പോൾ 20 - 1 d. 9 ന്ന് 4 പോയ 5. ആദ്യം നമുക്ക് 20/2 ചെയ്യാം. 10 കിട്ടും. 2 × 4 8 കിട്ടും. 20 ന്ന് 1 പോയാൽ 19 × 5. ഓക്കെ, ഇനി ആദ്യം ഗുണിക്കണം. ആദ്യം എന്ത് ചെയ്യണം? ഗുണിക്കണം. 19 × 5 ചെയ്യാം. 9 5 45ക്ക് 5 ശിഷ്ടം 4 വരും. 1 5 5 4 9. അപ്പോൾ 10 × 8 + 95. ഇനി 95ക്ക് 8 കൂട്ടുക. ഓക്കെ, 95 നമുക്ക് എഴുതിയതൊക്കെ ഒന്ന് മായ്ക്കാം. ഓക്കെ, 95ലോട്ട് നമ്മൾ 8 കൂട്ടുമ്പോൾ നമുക്ക് 103 എന്ന് കിട്ടും. ഓക്കെ, ദെൻ 103 × 10 1030 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ 20 പദത്തിന്റെ സം എത്രയാണ്? 1030 എന്ന് കിട്ടും. അടുത്ത്, fill up the empty cells of the given square such that the numbers in each row, each column and both diagonals form arithmetic sequence. തന്നിരിക്കുന്ന സമീകരണത്തിന്റെ ഓരോ വരിയിലും ഓരോ നിരയിലും കോണോട് കോണും സമാന്തര ശ്രേണിയാകുന്ന വിധത്തിൽ ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കാണാം. ആദ്യം ഞാൻ ഇങ്ങനെ എടുത്തിട്ടോ, നേരെ കോമൺ ഡിഫറൻസ് കാണാൻ ഇക്വേഷൻ എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ 13 - 3. 13 എത്രാം സ്ഥാനത്താ? 3-ാം സ്ഥാനത്ത്. 3 എത്രാം സ്ഥാനത്താ? 1-ാം സ്ഥാനത്ത്. അപ്പോൾ 13 - 3 ഡിവൈഡഡ് ബൈ 3 - 1. 13 ന്ന് 3 പോയാൽ 10, 3 ന്ന് 1 പോയാൽ 2. 10/2 5 കിട്ടും. അപ്പോൾ അവിടുത്തെ പൊതു വ്യത്യാസം 5 ആണ്. ഓക്കെ, അപ്പോൾ 3ക്ക് 5 കൂട്ടിയാൽ 8 കിട്ടും. 8ക്ക് 5 കൂട്ടിയാൽ 13. ഇനി നേരതായി ഇങ്ങനെ താഴോട്ട് എടുത്തു. ഇവിടെ അതേപോലെ തന്നെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. 7 - 3. 7 3-ാം സ്ഥാനത്താണ്, 3 1-ാം സ്ഥാനത്താണ്. ഓക്കെ, അതുകൊണ്ടാണ് 3 - 1. 7 ന്ന് 3 പോയാൽ 4, 3 ന്ന് 1 പോയാൽ 2. അപ്പോൾ 4/2 2. അപ്പോൾ അവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? 2. 3ക്ക് 2 കൂട്ടിയാൽ 5, 5ക്ക് 2 കൂട്ടിയാൽ 7. ഇനി ഇതാ ഇങ്ങനെ ഡയഗണൽ ആയിട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ അതേപോലെ തന്നെ 1-ാം പദം 7, 2-ാം പദം അല്ല, 3-ാം പദം 13. 13 - 7/3 - 1. 13 ന്ന് 7 പോയാൽ 6 കിട്ടും. 3 ന്ന് 1 പോയാൽ 2. 6/2 3. ഓക്കെ, അപ്പോൾ ഇനി കോമൺ ഡിഫറൻസ് 3 ആണ്. 7ക്ക് 3 കൂട്ടിയാൽ 10, 10ക്ക് 3 കൂട്ടിയാൽ 13. ഇനി ഇത് നമുക്ക് ബാക്കി നമുക്ക് സിമ്പിളായിട്ട് പൂരിപ്പിക്കാം. എന്താ? 8ക്ക് 2 കൂട്ടിയാൽ 10, 10ക്ക് 2 കൂട്ടിയാൽ 12. 5 10 15. 13 2 15, 15 2 17. ഇതാ 7 5 12, 12 5 17. കണ്ടോ, ബാക്കി നമുക്കെല്ലാം അവിടെ എഴുതാൻ പറ്റും. എന്താ 3 8 13, 5 10 15, 7 12 17. ഇപ്പൊ എങ്ങനെ നോക്കുമ്പോൾ അതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ്. ഇങ്ങനെ നോക്കിക്കോ, 3ക്ക് 7 കൂട്ടിയാൽ 10, 10ക്ക് 7 കൂട്ടിയാൽ 17. കണ്ടോ, എങ്ങനെ നോക്കുമ്പോൾ എന്തായിട്ട് വരും? അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് വരും.
അടുത്ത് 1 2 3 4 5 6 7 8 9 10. റൈറ്റ് ദ ഫിഫ്ത്ത് ലൈൻ ഓഫ് ദി പാറ്റേൺ. ഈ സംഖ്യാക്രമത്തിലെ 5ാം വരി എഴുതുക. വരിയല്ല 5ാം വരി കേട്ടോ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ 10th ലൈൻ? ഇതിന്റെ 10ാമത്തെ വരിയിൽ എത്ര സംഖ്യകൾ ഉണ്ടാവും? ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ഫസ്റ്റ് 10 ലൈൻസ് ഓൾ ടുഗദർ? ഇതിന്റെ ആദ്യത്തെ 10 വരികളിലും കൂടി എത്ര സംഖ്യകൾ ഉണ്ടാവും? വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ 11th ലൈൻ? 11ാം വരിയിലെ ആദ്യ സംഖ്യ ഏതാണ്? ആദ്യം അടുത്ത വരി എഴുതാനാണ്. അത് നമുക്ക് എല്ലാവർക്കും കിട്ടും അല്ലേ? 11 12 13 14 15. ഓക്കെ, 11 12 13 14 15. ഹൗ മെനി നമ്പേഴ്സ് ആർ ദ 10th ലൈൻ? ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2 എണ്ണം, മൂന്നാമത്തെ വരിയിൽ 3 എണ്ണം, നാലാമത്തെ വരിയിൽ 4 എണ്ണം, അഞ്ചാമത്തെ വരിയിൽ 5 എണ്ണം, അപ്പോൾ 10ാമത്തെ വരിയിൽ 10 എണ്ണം. ഹൗ മെനി നമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ഫസ്റ്റ് 10 ലൈൻസ് ഓൾ ടുഗദർ? ആദ്യത്തെ 10 വരിയിലും കൂടി ആകെ എത്ര എന്നാണ് ചോദിച്ചത്. ഒന്നാമത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരിയിൽ 2 എണ്ണം, മൂന്നാമത്തെ വരിയിൽ 3 എണ്ണം, നാലാമത്തെ വരിയിൽ 4 എണ്ണം, അങ്ങനെ പോയിട്ട് 10ാമത്തെ വരിയിൽ 10 എണ്ണം. അപ്പോൾ ഈ നമ്പറുകളെല്ലാം കൂടി കൂട്ടിയാൽ പോരെ? നോക്കിയാൽ 2 വരിയിൽ എത്ര എണ്ണമായി? 2 1 3. 3 വരിയിലോ? 3 2 5 1 6 എണ്ണമായില്ലേ? 1 2 3 4 5 6 കണ്ടോ? അപ്പോൾ 1 മുതൽ 10 വരെ കൂട്ടിയാൽ 10 വരിയിലും കൂടി ടോട്ടൽ എത്ര ഉണ്ടെന്ന് കിട്ടും. അത് എണ്ണൽ സംഖ്യ അല്ലേ? n × n+1 ചെയ്താൽ മതി. 10 × 11/2, 10/2 5 കിട്ടും. 5 × 11 55 നമ്പറുകളുണ്ട്. ഇനി വാട്ട് ഈസ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ 11th ലൈൻ? ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ വരിയിൽ 1, അടുത്ത വരിയിൽ 2 സ്റ്റാർട്ട് ചെയ്യും. ഇനി 2 1 കൂട്ടിയാൽ എത്രയാ? 3. അതാണ് രണ്ടാമത്തെ വരിയിലെ ലാസ്റ്റ്. അതിലേക്ക് 1 കൂട്ടിയാൽ അടുത്ത വരിയിലെ ഫസ്റ്റ് ടേം. ഇനി 3 വരെ കൂട്ടി വയ്ക്കുക. 2 1 3 3 3 6. അതാണ് മൂന്നാമത്തെ വരിയിലെ ലാസ്റ്റ്. 4 വരെ കൂട്ടി വയ്ക്കുക. 6 4 10. അതാണ് നാലാമത്തെ വരി ലാസ്റ്റ്. 5 വരെ കൂട്ടി വയ്ക്കുക. 10 5 15. കണ്ടോ? അതാണ് 5ാമത്തെ വരിയിലെ ലാസ്റ്റ്. അപ്പോൾ 10ാമത്തെ വരിയിലെ ലാസ്റ്റ് എന്ന് പറയുന്നത് 10 വരെ കൂട്ടുന്ന സംഖ്യ ആയിരിക്കും. അപ്പോൾ 10ാമത്തെ വരിയിലെ ലാസ്റ്റ് ആരാണ്? 55 ആണ്. അപ്പോൾ 11ാമത്തെ വരിയിലെ ഫസ്റ്റ് ആരാ? 56. ഓക്കെ, ലാസ്റ്റ് വൺ. വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് ദ ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100 109 118 by 9? 100 109 118 എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളെ 9 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്താണ്? റൈറ്റ് ദ സീക്വൻസ് ഓഫ് 3-digit നമ്പർ വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 9. 9ന്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകളുടെ ശ്രേണി എഴുതുക. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 999 ഇൻ ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്? ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ 999 എത്രാമത്തെ പദമാണ്? അപ്പോൾ ആദ്യം നമുക്ക് റിമൈൻഡർ കാണാം. 100നെ ഞാൻ 9 ആയിട്ടൊന്ന് ഹരിക്കാൻ പോവാണ്. 9 9 10. 9 9. ശിഷ്ടം എത്രയാ? 1. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. ഇനി റൈറ്റ് ദ സീക്വൻസ് ഓഫ് 3-digit നമ്പർ വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 9. 9ന്റെ ഗുണിതങ്ങൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? 9ന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 ആവണം. അപ്പോൾ ഈ റിമൈൻഡറിന് 100 കഴിഞ്ഞിട്ടുള്ള നമ്പർ അല്ലേ 3-digit നമ്പർ എന്ന് പറയുന്നത്? മുമ്പിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ റിമൈൻഡറിനെ മുമ്പിലോട്ട് കഴിഞ്ഞാൽ 1 കഴിഞ്ഞാൽ 2 3 4 5 6 7 8 0. 8 കൂട്ടണം 0 കിട്ടണമെന്നില്ല. 8 പ്രാവശ്യം മുമ്പോട്ട് പോകണം. ഓക്കെ, അതായത് 9 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡറുകളാണ് 1 2 3 4 5 6 7 8 0. ഓക്കെ, അപ്പോൾ 1 കഴിഞ്ഞു. 1ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി എത്ര നമ്പർ മുമ്പോട്ട് പോകണം? 2 3 4 5 6 7 8 0. 8 നമ്പർ മുമ്പിലോട്ട് പോകണം. അപ്പോൾ 100ക്ക് 8 കൂട്ടിയാൽ 108. പിന്നെ 9 കൂട്ടി പോയാൽ മതി. ഇതല്ലാതെയും ചെയ്യാം കേട്ടോ. 100ന്ന് 1 കുറച്ചാൽ എത്രയാ? 99. 99 റിമൈൻഡർ അപ്പോൾ 0 ആയില്ലേ? ചെറിയ രണ്ടക്ക സംഖ്യയാണ്. ആ 99ക്ക് ഒരു 9 കൂട്ടിയാലും മതി. അപ്പോഴും കിട്ടും 108. ഓക്കെ, റിമൈൻഡർ 1 ആണ്. ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അഥവാ 99 ആയിക്കഴിഞ്ഞാൽ അത് 9ന്റെ മൾട്ടിപ്പിളാണ്. അതിലേക്ക് ഒരു 9 കൂട്ടി അടുത്ത 9ന്റെ മൾട്ടിപ്പിൾ കിട്ടും. അത് 108 ആണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 999 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 999ന്റെ പൊസിഷൻ. ഓക്കെ, ഇതിലെ ലാസ്റ്റ് ടേമിനെ 999 ആയിട്ട് ഇരിക്കണം അല്ലേ? അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്നത് 999 ആണ്. എക്സ് എൻ കാണാൻ ഇക്വേഷൻ ഞാൻ കൊടുത്തു. x1 + n - 1 × d ആണ്. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എത്രയാ? 108.
n നമുക്കറിയില്ല, അത് n-1 തന്നെ കൊടുത്തു. ഡി കോമൺ ഡിഫറൻസ്, ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? 9. ഈ 108 ഞാൻ ഇപ്പുറത്ത് കൊണ്ടേ, അപ്പോൾ അത് മൈനസ് ആവും. 999 108 കുറക്കണം. 999 108 മൈനസ് ചെയ്യണം. 9 8 പോയാൽ 1, 9 9 1 പോയാൽ 8, 891. ഇനി ഈ 9 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, ഗുണിക്കാനുള്ളപ്പുറം വരുമ്പോൾ ഹരിക്കാനാവും. അപ്പം ഞാൻ 891 എനിക്ക് 9 ഡിവൈഡ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ക്രിയകളൊക്കെ സൈഡിൽ കാണണം കേട്ടോ. 9 9 81, 9 1 പോയാൽ 8, 1, 9 9 81, അപ്പോൾ 99 കിട്ടും. ഇനി ഈ -1 ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരും, അപ്പോൾ അത് +1 ആവും. അപ്പോൾ 99 + 1 100. അപ്പോൾ എത്രാമത്തെ ടേമാണ് 999 എന്ന് പറയുന്നത്? 100ാമത്തെ ടേമാണ്. എത്രാമത്തെ ടേമാണ്? 100ാമത്തെ ടേമാണ് 999 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വർഷത്തിൽ, അതായത് 2021 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. 10ാം ക്ലാസ്സിലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും നന്നായി പ്രാക്ടീസ്, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. See you soon. Okay, thank you for watching this video.